ഹലോ അങ്ങനെ ഡീസ് ഇറേ കണ്ടു കേട്ടോ. ഇങ്ങനെയാണ് ലാറ്റിൻ വേർഡ് ആണിത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ റാത്ത് ഓഫ് ഡെഡ് എന്നാണ്, അതായത് മരണത്തിന്റെ ദിവസം എന്നൊക്കെ പറയാം. രാഹുൽ സദാശിവനാണ് എഴുതി സംവിധാനം ചെയ്തത് കേട്ടോ. ഭ്രമയുഗം എടുത്ത അതേ റൈറ്ററും ഡയറക്ടറുമാണ്. പക്ഷേ ഈ പടം വളരെ കൂറപ്പടമായി പോയി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഹൊറർ എന്ന് പറയുന്നത് ഇതാണോ ഹൊറർ? എനിക്ക് ആ ഒരു ഹൊറർ എലമെൻറ്റോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഓരോ സീൻസിനെ എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പടത്തിനകത്ത് എൻറ്റയർലി ഒരു ഹൊറർ എലമെൻറ്റ് നമുക്ക് തോന്നുന്നേ ഇല്ല. ക്ലൈമാക്സിലുള്ള ഒരു 15 മിനിറ്റ്സ് മാത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതും ലോജിക്കൊക്കെ നിങ്ങൾ സൈഡിൽ വെച്ചിട്ട് വന്ന് കാണുക. അത്ര അല്ലാതെ പടത്തിനകത്തൊരു കോപ്പും ഇല്ല. പടത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ പോയി കാണുക. ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. പ്രണവ് മോഹൻലാൽ എന്തുവാടെ കാണിച്ചു വെച്ചേക്കുന്നത്? നെപ്പോ കിഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ആക്ടറാണ് പ്രണവ് മോഹൻലാൽ. ഒരിക്കലും ജാൻവി കപൂറും പ്രണവ് മോഹൻലാലും സെയിം ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ബിക്കോസ് ആക്ടിങ് സ്കിൽസ് ഒട്ടും ഇല്ലാത്തവരും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒന്നുമില്ല. ലാലേട്ടൻ്റെ ഒരു 10% കഴിവിട്ടിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടർ വൈസ് ഐ ഡോണ്ട് നോ, ഹി മൈറ്റ് ബി എ ഗുഡ് ഗായ്. പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ കുറിച്ച് പറയുമ്പോൾ സ്ക്രീൻ പ്ലേ തരക്കേടില്ലായിരുന്നു. സ്റ്റോറി കൊള്ളത്തില്ലെങ്കിൽ പിന്നെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എൻറ്റയർലി നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് നന്നായിട്ട് ഈ പടത്തിനെ എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നേ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ ഈവിൾ ഡെഡിൻ്റെ ഫാനാണ് ഞാൻ. ആ ഹൊറർ ജോണർ തൊട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൊറർ മൂവി ജോണർ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഭ്രമയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പക്ഷേ ഇത് വാട്ട് ദ ഹെൽ യു ഹാവ് ഡൺ മാൻ. പടത്തിനകത്ത് ജയ കുറുപ്പ് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് ക്ലൈമാക്സിലോട്ടേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ ജിബിൻ ഗോപിനാഥും ഇതിനകത്ത് നല്ലൊരു കഥാപാത്രമാണ്. നിങ്ങൾക്ക് പോയി തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം. പക്ഷേ എനിക്ക് ഈ പടം ഒട്ടും വർക്കൗട്ടായില്ല. ഈ പടത്തിന് ഞാൻ 5-1 റേറ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള പടത്തിന് റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.